ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഡൽഹിയിൽ സ്ട്രീറ്റ് സ്റ്റൈലിൽ വളരെ ഫേമസ് ആയിട്ട് പോപ്കോൺ മോമോസ് ആണ്. ഒപ്പത്തിൽ അടിപൊളി ഒരു ചട്നിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ഡിസൈൻസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നീട് അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പോപ്കോൺ മോമോസും ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്കൊരു പാത്രത്തിൽ ഒരു 2 കപ്പ് മൈദ ആഡ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ആട്ടപ്പൊടി നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ മൈദയാണ് ഏറ്റവും ടേസ്റ്റി കൂടുതൽ നമ്മൾ മോമോസ് തയ്യാറാക്കുമ്പോൾ. ഇനി നമുക്കിതിൽ ഓയിലോ ഉപ്പോ ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നോർമൽ വെള്ളം യൂസ് ചെയ്ത് ഇത് നല്ലൊരു ഹാർഡ് ഡോ ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒരു ഹാർഡ് ഡോ ആയിട്ട് നമ്മൾ കുഴച്ചതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തോളൂ കേട്ടോ. അതായത് നന്നായിട്ട് ഇതുപോലെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ മോമോസിൻ്റെ ആ ഒരു ബേസ് നല്ല വൈറ്റിഷ് കളർ ആവുകയും ചെയ്യും, നല്ല സോഫ്റ്റ്നെസ്സും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മുടെ ഡോ ഏകദേശം ഈ ഒരു പരുവത്തിൽ, അതായത് ഈ ഒരു സോഫ്റ്റ്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഡോ ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു അടിപൊളി ചട്നി തയ്യാറാക്കാം. അതിനായി ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഞാൻ 2.5 മീഡിയം സൈസ് തക്കാളിക്ക എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 5-8 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് കാശ്മീരി ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കളറും കിട്ടുകയും ചെയ്യും, അത്യാവശ്യം എരിവും കിട്ടും കേട്ടോ. ശേഷം നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു സ്ലറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ തക്കാളിക്കായും മുളകും എല്ലാം നന്നായിട്ടൊന്ന് കുക്കുമായിട്ടുണ്ട്. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ലറി നമുക്ക് ഇതിലോട്ട് ഒരു ഹാഫ് പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ ആ ഒരു ടൊമാറ്റോ മിക്സ്ചറും നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ്ചറും നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് മോമോസിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് നൈസായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഞാൻ മീഡിയം സൈസും നമ്മുടെ വെളുത്തുള്ളി ഒരു 5-8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 2 പച്ചമുളക് അതാണ് നൈസായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ടായതിന് ശേഷം ഇതിലോട്ട് ഞാൻ തീരെ നൈസായിട്ട് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അളവിൻ്റെ അനുസരിച്ച് ഒരു 3 കപ്പോളം നമ്മുടെ ക്യാബേജ് ഉണ്ട്. അത് നമുക്ക് ഈ ഒരു കടായിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ 2 ക്യാരറ്റ് ചോപ്പ് ചെയ്ത് തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു മീഡിയം സൈസ് സവോള അതും നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം അതും നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1 ടീസ്പൂണും പെപ്പർ പൗഡർ, അതായത് നമ്മുടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ വക എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും യൂസ് ചെയ്യാതെ തന്നെ നന്നായിട്ടൊരു ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് നല്ലൊരു ജ്യൂസി ഫോമിലായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോയ സോസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ജ്യൂസി ഫോം ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നോക്കിക്കോളൂ, നല്ലൊരു ജ്യൂസി ഫോമിൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചട്നി, അതായത് നമ്മുടെ മോമോസിൻ്റെ അടിപൊളി ചട്നിയുടെ ആ ഒരു മിക്സ്ചറും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മുടെ ഈ ഒരു തക്കാളിക്ക മിക്സ്ചറും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പുളിയും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഈ വക ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം.
ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂണും വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഒറിഗാനോയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോമോസിൻ്റെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്നി നമുക്ക് പിസ്സയിൽ യൂസ് ചെയ്യാം, ബ്രെഡ് സാൻഡ്വിച്ച് ആക്കി തയ്യാറാക്കുമ്പോൾ അതിന് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, ചോറിൻ്റെ ഒപ്പം വരെ കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചട്നി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡോ ഒന്ന് നോക്കിക്കൊള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒരു പൂരിയുടെ പരുവത്തിലൊന്ന് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു വലിയ ഉരുള നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗ്ലാസും കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് പൂരിയുടെ ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഉരുള ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചെറിയൊരു ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കൗണ്ടർ ടോപ്പിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റോളർ വെച്ച് ഇതൊരു തിൻ ബേസ് ആയിട്ട് ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ വലുപ്പത്തിൽ നമുക്ക് ഒരു തിന്ന് ബേസായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് തിന്ന് ബേസായിട്ട് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ് എടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇത് പാടാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി കുഞ്ഞു കുഞ്ഞു പൂരിയാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പൂരിയുടെ വലുപ്പത്തിൽ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ബേസും ആ ഒരു പ്ലേറ്റും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഫില്ലിങ്സിൽ നിന്ന് ഒരു 1/2 ടീസ്പൂണ് നമുക്കിതിൻ്റെ നടുവിലൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ ഒരു ഡിസൈനാണ് കാണിച്ചു തരുന്നത്. നടുവിൽ ഇതുപോലെ കൈവച്ചിട്ട് സാരിയിൽ ഞുറിവെടുക്കുന്ന രീതിയിൽ നമുക്ക് ഞുറിവെടുത്ത് ലാസ്റ്റ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നടുവിൽ ആ ഒരു തള്ളവിരൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പിഞ്ച് ഔട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം വളരെ നല്ലൊരു ഡിസൈനായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏകദേശം ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഈ ഒരു സ്റ്റീമർ പ്ലേറ്റിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അതേ സെയിം രീതിയിൽ നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ കുറച്ച് ഏറെ ഞാൻ തയ്യാറാക്കി ഇവിടെ നമ്മുടെ സ്റ്റീം പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൂരി ബേസ് എടുത്തതിന് ശേഷം നടുക്ക് ബേസ് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് എല്ലാ ഭാഗം സ്റ്റിക്ക് ഓൺ ചെയ്തതിന് ശേഷം ആ എഡ്ജിൽ നിന്ന് നമുക്ക് ഞുറിവെടുത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് ഞുറിവെടുത്ത് എൻഡിങ് വരെ ഞുറിവെടുത്തതിന് ശേഷം രണ്ടാമത്തെ ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നത്. ഇനി അടുത്ത ഒരു ഡിസൈന് നടുക്ക് പൂരിയുടെ ബേസിൽ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം എൻഡിങ് പാർട്ട് ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തതിന് ശേഷം വൺ സൈഡ് നമ്മുടെ തമ്പ് ഇതുപോലെ നടുവ് വെച്ച് കൊടുത്ത് ഒരു സൈഡ് മാത്രം ഞുറിവെടുത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ടക്ക് ചെയ്ത് വീണ്ടും ഞുറിവെടുക്കുക, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻഡിങ് വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തതിന് ശേഷം ആ ഒരു പോർഷൻ നന്നായിട്ടൊന്ന് വളച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ രസമല്ലേ, നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ എടുക്കുകയാണ്. എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ചെയ്തതിന് ശേഷം എൻഡിങ് പാർട്ട് വൺ സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ ഭാഗം അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടക്ക് ഓൺ ചെയ്ത് അതായത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു ഡിസൈനും കൂടെ ആയില്ലേ. പതിയെ ഓരോ ഡിസൈൻ തയ്യാറാക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇനി അടുത്ത ഒരു ഡിസൈൻ പറഞ്ഞുതരാം. നടുവിൽ ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ആ ഒരു പോർഷന് ഇതുപോലെ നടുക്കൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് എൻഡിങ് പാർട്ട് നടുവിൽ നിന്നൊന്ന് ക്യാച്ച് ഓൺ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റാർ രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ഡിസൈനും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറേയേറെ ഞാൻ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റീമർ പോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മോമോസ് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റീം പ്ലേറ്റും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 to 15 മിനിറ്റ് മതി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. വാവ്, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മോമോസ് ഇവിടെ സ്റ്റീം ആക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, ഇതുപോലെ ടച്ച് ചെയ്യുമ്പോൾ സ്റ്റിക്കി ഫീൽനെസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റീമർ പോട്ടിൽ നിന്ന് സ്റ്റീം ചെയ്ത പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പല ഡിസൈനായിട്ട് നമ്മുടെ മോമോസ് ഇവിടെ സർവിങ് പ്ലേറ്റിലോട്ട് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് നമ്മുടെ ഈ ഒരു പോപ്കോൺ മോമോസ്. നല്ല ജ്യൂസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നത് വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.